ഇവരെടുക്കുന്ന ഓരോ മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടല്ലോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നത് തന്നെയാണ്. കേൾക്കാനും കാണാനും അതേമാതിരിക്ക് മനസ്സിലാക്കാനും കൂടെ വേണ്ടിയിട്ടില്ല തന്നെയാണ്. അപ്പൊ ഇതൊന്ന് കേട്ട് നോക്കിയേ. നിങ്ങൾക്ക് ശരിക്കും അറിയാമോ? എന്നാ കുറച്ച് ചോദ്യങ്ങൾ. നിങ്ങളുടെ കുഞ്ഞു കുടിക്കുന്ന മുലപ്പാലില്ലേ, ബ്രസ്റ്റ് മിൽക്ക്, അത് എവിടുന്നാ ഉണ്ടാവുന്നതെന്ന് അറിയാമോ? അത് അവളുടെ രക്തത്തിൽ നിന്നും ഉണ്ടാവുന്നതാ. നിങ്ങളുടെ കുഞ്ഞിന്റെ എല്ലുകൾ എവിടുന്നാ ഉണ്ടാവുന്നതെന്ന് അറിയാമോ? അത് അവളുടെ എല്ലുകൾക്കുള്ളിലുള്ള കാൽസ്യത്തിൽ നിന്നുമാണ് ഉണ്ടാവുന്നത്. നിങ്ങളുടെ കുഞ്ഞിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ അവളുടെ ശരീരത്തിലെ എത്ര പാളികളാ മുറിക്കപ്പെടുന്നത് എന്നറിയാമോ? അവളുടെ ശരീരത്തിനുള്ളിലെ 8 പാളികൾ മുറിച്ചിട്ടാ കുഞ്ഞ് പുറത്തേക്ക് വരുന്നത്. അതുമല്ല എങ്കിൽ 21 എല്ലുകൾ പൊട്ടുന്ന വേദന സഹിച്ച് ഗർഭപാത്രം തുറന്ന് കുഞ്ഞ് പുറത്തേക്ക് വരേണ്ടതുണ്ട്. ഇനി ഇതിന് എത്ര രക്തമാണ് അവളുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോവേണ്ടി വരുന്നത് എന്നറിയാമോ? ഒട്ടും സുഖമല്ലാത്ത സുഖപ്രസവം എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന നോർമൽ ഡെലിവറി ആണ് എങ്കിൽ 500 മില്ലി ലിറ്റർ രക്തമാണ് എങ്കിൽ, സിസേറിയൻ സെക്ഷൻ എന്നറിയപ്പെടുന്ന LCS ആണ് എങ്കിൽ 1.5 ലിറ്റർ രക്തമാണ് അവളുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. ഇനി ഇതെല്ലാം കഴിയുമ്പോഴത്തേന് എത്ര വർഷങ്ങളുടെ ആയുസ്സാണ് അവൾക്ക് കുറയുന്നത് എന്നറിയാമോ? 4 വർഷങ്ങളുടെ ആയുസ്. എല്ലാത്തിനും ഒടുവിൽ അവൾക്ക് ലഭിക്കുന്നത് എന്താണെന്നറിയാമോ? കൊഴിഞ്ഞ മുടിയും ചുളിഞ്ഞ ശരീരവും. ഇനി അവൾക്ക് എന്താ വേണ്ടത് എന്നറിയാമോ? നിങ്ങള് ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കുക എന്നത് മാത്രം. നിങ്ങൾ അവൾക്ക് നൽകേണ്ടത് എന്താണെന്ന് അറിയാമോ? എന്തും കുറ്റങ്ങൾ മാത്രം പറയുന്നതിന് പകരേ ഒന്ന് ചേർത്ത് പിടിക്കുക. സ്നേഹം കൊണ്ട് നനഞ്ഞ ഒരു വാക്ക് പറയുക. ഇതിനെല്ലാത്തിനുമുള്ള നന്ദി പകരുന്ന ചില നിമിഷങ്ങൾ സമ്മാനിക്കുക. അതുകൊണ്ടല്ലേ പ്രവാചകൻ പറഞ്ഞു വെച്ചത്, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ അവളോട്, നിന്റെ ഇണയോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാണ് എന്ന്.